4 വയസ്സുള്ള കുഞ്ഞിന് സ്റ്റഡി ഫോക്കസ് കുറവാണോ, അതോ നമ്മൾ ആ കുഞ്ഞിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രായത്തിന് മുകളിലുള്ള റിസൾട്ടാണോ? ഒരമ്മയുടെ ചോദ്യമാണിത്. എൻ്റെ കുഞ്ഞ് UKG-യിലാണ്, 4 വയസ്സുണ്ട്, പഠനത്തിൽ ശ്രദ്ധ കുറവാണ്. ഇത് ചോദിക്കുന്നത് എന്നാണെന്നറിയുമോ? ഈ വർഷം ജൂൺ 9-ാം തീയതിയാണ് ചോദിക്കുന്നത്. കുട്ടി സ്കൂളിൽ പോയിട്ട് 2 ആഴ്ച പോലും തികഞ്ഞിട്ടില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളുടെ ഓവർ എക്സ്പെക്റ്റേഷനാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ പ്രഷറിലേക്ക് കൊണ്ടുപോകുന്നതെന്നുള്ളതാണ്. ഈ അമ്മയോട് പറയാനുള്ളത് ഇപ്രകാരമാണ്. ഇത് ഒരു അമ്മയോടല്ല, ഒരുപാട് അമ്മമാർക്കുള്ള ഉത്തരമാണ്. 4 വയസ്സുള്ള കുഞ്ഞിന് മനസ്സൊരു മുതിർന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ചെറിയ രൂപമല്ല. ഈ പ്രായത്തിൽ ശ്രദ്ധ, സ്വയം നിയന്ത്രണം, ഒരു കാര്യത്തിൽ തുടർന്നിരിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് വേണ്ടത്. അതിപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കളികളിലൂടെയും കഥകളിലൂടെയും ചലനത്തിലൂടെയും സംഭാഷണത്തിലൂടെയുമാണ് ഏറ്റവും നന്നായി പഠിക്കുന്നത്. ശ്രദ്ധ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസ് ബാല്യത്തിൽ ആരംഭിച്ച് വർഷങ്ങളെടുത്താണ് പക്വമാകുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അരമണിക്കൂർ നിർബന്ധിച്ചിരുത്തുന്നതിന് പകരം 5 മുതൽ 7 മിനിറ്റ് വരെയുള്ള ചെറിയ പഠന സമയം കൊടുക്കുക. പിന്നെ ചെറിയ മൂവ്മെൻറ്റ് ബ്രേക്ക്, ചിത്രങ്ങൾ, വസ്തുക്കൾ, കഥകൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചുള്ള സ്വയം പഠനമാവട്ടെ. ശ്രമിച്ചതിന് അഭിനന്ദനം കൊടുക്കണം. നിനക്ക് ശ്രദ്ധയില്ല എന്ന് കുട്ടിയുടെ മുന്നിൽ ആവർത്തിച്ച് പറയരുത്. അത് ക്രമേണ കുട്ടിയുടെ സ്വന്തം വിശ്വാസമായി മാറുകയും കുട്ടിക്ക് ഹാനികരമാവുകയും ചെയ്യും ഭാവിയിൽ. പകരം ഇപ്രകാരം പറയണം, നമുക്ക് 5 മിനിറ്റ് ഒരുമിച്ച് നോക്കാം. ഒരു 4 വയസ്സുകാരൻ്റെ പഠന വിജയം എത്ര പേജ് എഴുതിയെന്നല്ല, പഠനത്തെ സ്നേഹത്തോടെ സമീപിക്കാൻ കുഞ്ഞ് പഠിക്കുന്നുണ്ടോ എന്നതാണ്. ഇത് തന്നെയാണ് ഹാപ്പിനെസ് ലേണിംഗ് ഫെസ്റ്റിവലിൽ നമ്മൾ പറയുന്നത്. പഠിക്കാൻ പരിശീലിക്കുക. എങ്ങനെ പഠിക്കാൻ? ഒരു ഉത്സവ പ്രതീതിയോടെ പഠിക്കാൻ കുട്ടി പരിശീലിക്കുക. പഠനത്തെ സ്നേഹത്തോടെ സമീപിക്കുവാൻ കുഞ്ഞിന് കഴിയണം. അതിന് അച്ഛനമ്മമാരുടെ സഹായം വളരെ അത്യാവശ്യമാണ്, കുടുംബത്തിൽ മറ്റുള്ളവരുടെയും. എന്നാൽ സംസാരത്തിൽ, കളിയിൽ, മനസ്സിലാക്കുന്നതിൽ, കേൾവിയിൽ, കാഴ്ചയിൽ, ഉറക്കത്തിലല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ശ്രദ്ധയിൽ വ്യക്തമായ ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് കാണുന്നുണ്ട് എങ്കിൽ കുട്ടിയുടെ പീഡിയാട്രീഷ്യനോടത് സംസാരിക്കുന്നത് നല്ലതാണ്. ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കാനുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങളാണ്. ഓരോ കുട്ടിയുടെയും വളർച്ചയും രീതികളും വളരെ വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് പോലെ മറ്റേയാൾ ചെയ്തില്ല എന്നോർത്ത് ദുഃഖിക്കേണ്ടതുമില്ല. കുഞ്ഞിനെ പഠിക്കാനിരുത്തുന്നതിന് മുൻപ്, പഠിപ്പിക്കുന്നതിന് മുൻപ് കുഞ്ഞിൻ്റെ പ്രായത്തെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഒരുപാട് ആശങ്കയോടെ ഈ ഒരു കാര്യത്തെ നോക്കേണ്ടതില്ല. കുഞ്ഞിനെ കുഞ്ഞിൻ്റേതായ ഇഷ്ടത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യട്ടെ അവരുടെ ലൈഫ്. പലപ്പോഴും കുട്ടികൾ സ്വന്തമായി സംസാരിക്കുന്നതും സ്വന്തമായി കളിക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും റോൾ പ്ലേ ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട് കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? കുട്ടി പറയുന്നത് പോലെ കേട്ടില്ല, കുട്ടി കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഇതെല്ലാം നമ്മൾ വലിയ പ്രശ്നങ്ങളായിട്ട് പറയും. പക്ഷെ അങ്ങനെയല്ല. ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്. ഓരോ കുട്ടിയുടെയും തലച്ചോറിൻ്റെ വളർച്ചയും വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ രീതികൾ കണ്ടിട്ട് നിങ്ങൾ ഭയക്കേണ്ട കാര്യങ്ങളില്ല. കുട്ടിയുടെ ചലനങ്ങൾ, കുട്ടി സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ കുട്ടിയെ പരിശീലിപ്പിക്കേണ്ടതെന്ന്. 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശ്രദ്ധ മുതിർന്നവരുടെ ശ്രദ്ധയിലല്ല.
കുട്ടിയുടെ തലച്ചോറിൽ ശ്രദ്ധ നിയന്ത്രിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ഒരിടത്തിരിക്കുക, നിർദ്ദേശം ഓർത്തുവെച്ച് പൂർത്തിയാക്കുക തുടങ്ങിയ കഴിവുകൾ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിന് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കിൽസ് എന്നാണ് പറയുക. ലളിതമായി പറഞ്ഞാൽ തലച്ചോറിനുള്ളിലെ ഒരു ചെറിയ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം പോലെയാണിത്. ഏത് കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണം, എപ്പോൾ നിർത്തണം, അടുത്തതായി എന്ത് ചെയ്യണം, ശ്രദ്ധ തെറ്റിയാൽ എങ്ങനെ തിരിച്ചു വരണം എന്നൊന്നും കുട്ടിക്കറിയില്ല. ഇതെല്ലാം കുട്ടി പതുക്കെ പതുക്കെ പരിശീലിച്ചാണ് പഠിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണമായി ലഭിക്കുന്ന കഴിവുകളല്ല ഇവ. അതുകൊണ്ട് തന്നെ കുട്ടി 5-10 മിനിറ്റിന് ശേഷം എഴുന്നേൽക്കുകയോ മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്താലുടൻ അവന് ഫോക്കസ് ഇല്ല, ഇവൾ പഠിക്കില്ല, മടിയാണ് എന്നൊന്നും പറയരുത്. കുട്ടിയെ വിലയിരുത്താൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ഒരു കുട്ടി ഇവിടെ ജനിച്ചാൽ ആ കുട്ടിയുടെ വളർച്ച, ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇതെല്ലാം സ്വാഭാവികമായി അവിടെ നടന്നുകൊള്ളും. അതിന് നമ്മൾ കുട്ടിയെ അനുവദിക്കുകയാണ് വേണ്ടത്. ഇത് കുട്ടിയുടെ സ്വഭാവദോഷമാകണമെന്നില്ല. ആ പ്രായത്തിലെ തലച്ചോറിൻ്റെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായിരിക്കാം. ഈ പ്രായത്തിൽ കുട്ടികൾ ഏറ്റവും നന്നായി പഠിക്കുന്നത് കളിയിലൂടെയും സംസാരത്തിലൂടെയും ചിത്രങ്ങളിലൂടെയും പാട്ടിലൂടെയും ശരീരചലനത്തിലൂടെയുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. LKG UKG കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഒന്ന് ശ്രദ്ധിക്കുക. പ്രിറ്റൻഡഡ് പ്ലേ, അതായത് അടുത്ത കൂട്ടുകാരുണ്ടെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അഭിനയിക്കുന്ന കളികൾ, സിമ്പിൾ റൂൾ ഗെയിംസ്, മാച്ചിങ് ആക്ടിവിറ്റീസ്, കഥ പറയൽ തുടങ്ങിയവയെല്ലാം കുട്ടിയുടെ ശ്രദ്ധ, ഓർമ്മ, സ്വയം നിയന്ത്രണം എന്നിവ പരിശീലിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ 4 വയസ്സുകാരനെ അരമണിക്കൂർ പുസ്തകത്തിന് മുന്നിൽ പിടിച്ചിരുത്തുന്നതിന് പകരം ഇങ്ങനെ ശ്രമിക്കുക. ആദ്യം ഒരു ചെറിയ ആക്ടിവിറ്റി. ഈ ചിത്രത്തിൽ കാണുന്ന ചുവന്ന നിറം എവിടെയൊക്കെയാണ്? ഈ 3 വസ്തുക്കളിൽ വ്യത്യസ്തമായത് ഏതാണ്? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഓർത്ത് ചെയ്യാമോ? 5 മുതൽ 10 മിനിറ്റ് വരെ സന്തോഷത്തോടെ കുട്ടി ഇത് ചെയ്യും. കളിക്കുടുക്ക, മിന്നാമിന്നി തുടങ്ങിയ മാസികകൾ കണ്ടിട്ടില്ലേ? അതിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളല്ലേ വരുന്നത്? അതെന്തുകൊണ്ടാണ്? കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത് കൊണ്ടാണ്. കുട്ടികളെ അതൊക്കെ ചെയ്യിപ്പിക്കാം. പിന്നീട് കുട്ടിയെ എഴുന്നേറ്റ് നടക്കാനും ചാടാനും വെള്ളം കുടിക്കാനും അനുവദിക്കുക. അടങ്ങിയിരിക്കുക എന്ന് പറയരുത്. ശേഷം വീണ്ടും ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കാം. ചലനത്തിന് ശേഷം പഠനം, പഠനത്തിന് ശേഷം വീണ്ടും ചലനം. ഇതാണ് 4 വയസ്സുള്ള കുട്ടിക്കുള്ള റൂൾ. 4 വയസ്സിൽ ശരീരചലനം പഠനത്തിന്റെ ശത്രുവല്ല, കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയുടെ ഭാഗമാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൂടുതൽ സജീവമായ കളിയും മതിയായ ഉറക്കവും കുറഞ്ഞ സ്ക്രീൻ ബേസ്ഡ് സിറ്റിംഗ് സമയവും വേണമെന്ന് ലോകാരോഗ്യ സംഘടന വരെ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും കേൾക്കുന്നുമില്ല, കാണുന്നുമില്ല. മാതാപിതാക്കൾക്ക് മാർക്ക് മാത്രം മതി. ഇനി മാതാപിതാക്കൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടി രാത്രിയിൽ നന്നായി ഉറങ്ങുന്നുണ്ടോ? ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ വലിയൊരു ഭാഗം മൊബൈലിലോ ടെലിവിഷനിലോ ആണ് ചെലവഴിക്കുന്നത്. ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സ്ക്രീൻ കൊടുക്കാറുണ്ടോ? ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുട്ടി സ്ക്രീൻ കാണുന്നുണ്ടോ? പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് വീട്ടിൽ ശകാരവും അടിയും ഭീഷണിയൊക്കെ ഉണ്ടോ? താരതമ്യപ്പെടുത്തുന്നുണ്ടോ? കുട്ടിക്ക് പുറത്ത് കളിക്കാനും മാതാപിതാക്കളോട് സംസാരിക്കാനും സമയം ലഭിക്കുന്നുണ്ടോ? കാരണം ഫോക്കസ് എന്നത് കുട്ടിയെ സംബന്ധിച്ച് ഇരുത്തിയാൽ മാത്രം വളരുന്ന ഒന്നല്ല. ഉറക്കം, ശരീരചലനം, മാനസിക സുരക്ഷ, മുതിർന്നവരുമായി നടത്തുന്ന സ്നേഹമുള്ള സംഭാഷണം, കളി എന്നിവയെല്ലാം ചേർന്നതാണ് കുട്ടിയുടെ ശ്രദ്ധയുടെ ബേസ്മെന്റ്. കുട്ടി എന്തെങ്കിലും കാണിച്ചു തരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ പ്രതികരിക്കുക, കുട്ടി ചോദിക്കുന്നതിന് മറുപടി നൽകുക, കുട്ടി പറയുന്ന കഥ കേൾക്കുക. ഇത്തരത്തിലുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് ബന്ധങ്ങൾ കുട്ടിയുടെ ഭാഷയ്ക്കും ചിന്തയ്ക്കും തലച്ചോറിന്റെ വളർച്ചയ്ക്കും അടിത്തറയാകുന്നു. അതിനാൽ കുട്ടിയോട് നിനക്ക് ഫോക്കസ് ഇല്ല എന്ന് പറയുന്നതിന് പകരം നമുക്കിത് ചെറിയ ചെറിയ ഭാഗങ്ങളായി ചെയ്യാമെന്നാണ് പറയേണ്ടത്. ആദ്യം ഇത്ര മാത്രം നോക്കാം. നീ ശ്രമിക്കുന്നുണ്ട്, അമ്മ കൂടെയുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ കൂടെയുണ്ട്, ധൈര്യമായി ശ്രമിച്ചോളൂ. ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി പറയട്ടെ. കുട്ടിയുടെ ശ്രദ്ധക്കുറവ് വീട്ടിലും സ്കൂളിലും കളിയിലും സംഭാഷണത്തിലും എല്ലാം തുടർച്ചയായി കാണപ്പെടുന്നുണ്ടെങ്കിൽ
ലളിതമായ നിർദ്ദേശങ്ങൾ പോലും മനസ്സിലാക്കാനോ പൂർത്തിയാക്കാനോ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ഭാഷ, കേൾവി, ഉറക്കം, പെരുമാറ്റം എന്നിവയിലും ആശങ്കയുണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെയോ ക്വാളിഫൈഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊഫഷണലെയോ സമീപിക്കാവുന്നതാണ്. ഒരു വാട്സാപ്പ് മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ നിർണ്ണയിക്കാനാവില്ല. 4 വയസ്സിൽ നമ്മുടെ ലക്ഷ്യം കുട്ടിയെ കൂടുതൽ നേരം ഇരുത്തി പഠിപ്പിക്കുകയല്ല, കളിച്ചുകൊണ്ട് ശ്രദ്ധിക്കാൻ, കളിച്ചുകൊണ്ട് കേൾക്കാൻ, കേട്ടത് ഓർത്ത് വയ്ക്കാൻ, ചെറിയൊരു പ്രവർത്തനം പൂർത്തിയാക്കാൻ മെല്ലെ മെല്ലെ ബേബി സ്റ്റെപ്പ് എടുക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. ഇന്ന് കുട്ടിയിൽ പഠനഭയം ഉണ്ടായാൽ നാളെ ആ കുട്ടി പുസ്തകത്തിൽ നിന്നും പഠനത്തിൽ നിന്നും അകന്നേക്കാം. പക്ഷേ ഇന്ന് പഠനം സന്തോഷകരമായ ഒരു അനുഭവമാക്കിയാൽ എനിക്കും പഠിക്കാൻ കഴിയും, പഠിക്കുന്നതൊരാഘോഷമാണ് എന്ന വിശ്വാസമായിരിക്കും കുട്ടിയുടെ ഉള്ളിൽ വളരുക. നിങ്ങളുടെ കുട്ടിക്കും ഫോക്കസ് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? കമൻറ്റിൽ കുട്ടിയുടെ പ്രായവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയവും എഴുതൂ. എന്താണ് കുട്ടിക്ക് നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്? 4 വയസ്സുള്ള കുട്ടിക്ക് ഫോക്കസ് ഇല്ല എന്ന് പറയുന്നതിലല്ല, അതിനപ്പുറത്ത് 4 വയസ്സുള്ള കുട്ടിയെ എങ്ങനെ കളിപ്പിച്ച് ആ കളിയിലേക്ക് ഫോക്കസ് കൊണ്ടുവരാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മുതൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളും മറുപടികളും ഉണ്ടാവും. എല്ലാ ദിവസവും ഒരു പോയിൻ്റ് വെച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും അവിടെ നിങ്ങൾക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് കോൺഷ്യസ് പേരൻറ്റിങ്ങിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.